ഈശോയ്ക്കും മാതാവിനും കൊടാനുകോടി നന്ദി. ഈ പുണ്യഭൂമിയിൽ വന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാനൊരു അവസരം തന്നതിനെ ഓർത്ത് ഞാൻ മാതാവിനും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബേബി. ഞാൻ വരുന്നത് പാലക്കാട്ട് നിന്നാണ്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് 2021 ജനുവരി 17 ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നത് ഞാൻ എൻ്റെ മോളുടെ ഒരു ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. അവർ രണ്ടുപേരും കൂടി ഡൈവോഴ്സിൻ്റെ വക്കീലായി നിൽക്കുകയായിരുന്നു. അവർ രണ്ടാളും കൂടി ഒരുമിച്ച് നല്ലതുപോലെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ വന്ന് വിളിക്കാനും വേണ്ടി ഞാൻ നിയോഗം വെച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റിന് എന്നെ അവൻ വന്ന് വിളിക്കുകയും അവർ രണ്ടാളും കൂടി നല്ല സ്നേഹത്തോടെ അവൻ വന്ന് കൊണ്ടുപോയി. പിന്നെ അവൻ ഗൾഫിലേക്ക് പോയി. 1.5 വർഷത്തോളം അവൻ ജോലി കഴിഞ്ഞ് വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവർ രണ്ടാളും കൂടി ഇപ്പോൾ എറണാകുളത്ത് മോള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരൊരു വീടെടുത്ത് സന്തോഷത്തോടു കൂടെ അവർ താമസിച്ച് വരികയാണ്. ആ ദൈവം എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടതിനെ ഓർത്ത് ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. പിന്നെ രണ്ടാമതായിട്ട് ഞാനിവിടെ ഈ ഉടമ്പടി എടുക്കാൻ വരുന്ന അന്ന് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് പിന്നെ ഞങ്ങൾ ഹിന്ദുക്കളായത് കാരണം തന്നെ ആൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോ ബൈബിൾ വായിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ആളെ കാണാതെയാണ് ബൈബിൾ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അഥവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കണ്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആൾ ബൈബിൾ എടുത്ത് പിച്ച് ചീന്തും, കത്തിക്കും, പുസ്തകങ്ങളെല്ലാം നശിപ്പിക്കും. ഞങ്ങൾക്കന്ന് വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ അന്ന് ഞാൻ ഇവിടെ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. മാതാവേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ അനിയത്തിയുടെ കൂടെ ഒരു കൗൺസിലിങ്ങിന് പോവുകയാണെന്ന് നുണ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മ എൻ്റെ കൂടെ വരണം, എന്താണെങ്കിലും അമ്മ തന്നെ സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് ഇവിടുന്ന് പോകുമ്പോൾ ഒരുപാട് വൈകിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. അപ്പോൾ ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്തും കൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് അവിടെ നിന്ന് ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആൾ ഭയപ്പെടുത്തുന്ന ഓരോ സംസാരങ്ങളും സംസാരിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വായോ, അണക്കുള്ള ഞാൻ തരാം, അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞ് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ആൾ എന്നെ പേടിപ്പിക്കുന്ന പോലെയുള്ള. പക്ഷെ എൻ്റെ മനസ്സിൽ യാതൊരു പേടിയോ ഭയമോ ഒന്നും എനിക്ക് അപ്പോൾ തോന്നിയില്ല. എന്നിട്ട് ഞാൻ ബസ്സിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആരോ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ചെവിയിൽ മന്ത്രിക്കും പോലെ സുഭാഷിതങ്ങൾ 29-25 വചനത്തിൽ അങ്ങ് പറയുന്നുണ്ട്, മനുഷ്യനെ ഭയപ്പെടുന്ന ഒരു കെണിയാണ് കർത്താവിൽ ശരണം വയ്ക്കുന്നവൻ സുരക്ഷിതനത്രയെന്ന്. ആ വചനം എൻ്റെ മനസ്സിൽ വല്ലാതെ, ആരാണോ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്നേ വരെ ബൈബിൾ വായിക്കുക പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് നല്ലതുപോലെ ബൈബിൾ വായിക്കാനും ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഈ വചനം എവിടെ നിന്നാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ മനുഷ്യനെ ഭയപ്പെടുന്ന ഒരു കെണിയാണ് കർത്താവിൽ ശരണം വയ്ക്കുന്നവൻ സുരക്ഷിതനത്ര എന്നുള്ള ആ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ അതങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഞാൻ ഇരുന്നു. അതേപോലെ തന്നെ മരണമുള്ള മനുഷ്യനെയും തൃണസാദൃശ്യനായ മനുഷ്യ സന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം? ആ വചന യേശയ്യ 51:12 ആ വചനം അതെ എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ ആഴമായി എന്നോട് സംസാരിക്കുന്നത് പോലെ ആ 2 വചനം മുറുകെ പിടിച്ച് ഞാൻ ബസ്സിൽ യാത്ര ചെയ്തു. പക്ഷേ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഉള്ളിൽ നിന്ന് വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു. ആ വാതിൽമേ ചെന്ന് മുട്ടിയപ്പോൾ ആൾ പറഞ്ഞു, വാതിൽ തുറന്ന് തന്നില്ല, ഞങ്ങളതിനെ അങ്ങോട്ട് കയറാനും സമ്മതിച്ചില്ല. പക്ഷേ ഞാൻ അവിടെ നിന്ന് ദേഷ്യപ്പെടുകയോ വാതിൽമേ പിന്നെ
മുട്ടാനോ ആളെ ശല്യപ്പെടുത്താനോ ഒന്നിനും ഞാൻ പോയില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ കുട്ടികളെയും കൂട്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ഞാൻ അവിടെ നിന്നിട്ട് നന്നായി പ്രാർത്ഥിച്ചു. ഞാൻ മാതാവേ, ഇതിലെന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണേ എന്ന് ഞാൻ മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എൻ്റെ കട്ടിലിൻ്റെ അരികിൽ ഈശോ മുൾക്കിരീടം തറച്ചിട്ടുള്ള ആ ഒരു രൂപം എൻ്റെ കട്ടിലിൻ്റെ മുന്നിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആള് സ്നേഹത്തോടെ എന്നോട് പറയുകയാണ്, എടി ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല വാതിൽ തുറക്കാഞ്ഞത്, ഞാൻ ഇന്നലെ കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം നിങ്ങൾ നല്ലൊരു സ്ഥലത്ത് പോയി വരികയല്ലേ, അപ്പോൾ നമ്മൾ തമ്മിൽ ഇനിയൊരു കലഹം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാതിൽ തുറക്കാതെ ഇരുന്നത്, നീ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു ആള്. അപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ മാതാവേ, അമ്മ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നന്നായി കരഞ്ഞു പ്രാർത്ഥിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം എന്ന് പറയട്ടെ. ആൾ പ്രാർത്ഥിക്കാനോ ഒന്നും സമ്മതിക്കാത്ത ആൾ ഞാൻ പുലർച്ചെ 4 മണിക്ക് എണീറ്റ് എൻ്റെ വീട്ടിൽ നന്നായിട്ട് നേരത്തെ എണീറ്റ് കുളിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും. അഥവേ 4 മണിക്ക് ഞാൻ എണീക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ ആൾ എന്നെ വിളിച്ചുണർത്തുന്നതും പിന്നെ പ്രാർത്ഥിക്കാൻ പറയുന്നതും അതേപോലെ തന്നെ. ഇനി അഥവാ എന്തെങ്കിലും ഒരു ചെറിയ ദേഷ്യത്തിലാണെങ്കിൽ ആളിങ്ങനെ കൊക്കി കുരയ്ക്കും, അതേപോലെ ലേറ്റ് ഇടുന്നതും അല്ല, ഓരോ എന്തെങ്കിലും അടയാളമായിട്ട് ഞാൻ നീറ്റ് വന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്നുള്ള ഒരു ഇതിൽ ആളിങ്ങനെ വന്നിട്ട് എന്നെ വിളിക്കും. അങ്ങനെ ഞാനിപ്പോൾ യാതൊരു പേടിയും കൂടാതെ ഞാനും എൻ്റെ മക്കളും 2 നേരം മെഴുകുതിരി കത്തിച്ച് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സാക്ഷ്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഞാൻ ബൈബിൾ വായിക്കാത്ത വചനം എനിക്കൊന്നും അറിയുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിലാണ് പിന്നെ സങ്കീർത്തനം 91:13 വചനത്തിൽ അങ്ങ് പറയുന്നുണ്ടല്ലോ, സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി മെതിക്കുമെന്നുള്ള ആ വചനം എൻ്റെ മനസ്സിൽ വല്ലാതെ എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു വന്നിരുന്നു. അതേ എൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വളപ്പൊടി ഇങ്ങനെ ഉണക്കിയിട്ട് അത് കോരിയിടുന്ന അറക്കുന്ന സമയത്ത് ഈ വളപ്പൊടിയുടെ ചോട്ടിൽ വലിയൊരു പാമ്പ്, അണലിയാണെന്ന് തോന്നുന്നു, അത് ഞാൻ എത്രയോ മണിക്കൂറുകളോളം ആ പാമ്പിൻ്റെ മേൽ ഞാൻ ഒരു ചെരുപ്പ് പോലും ഇടാതെ ഞാൻ ആ പാമ്പിൻ്റെ മേൽ ഞാൻ ഇങ്ങനെ കൈ കൊണ്ടും കാലുകൊണ്ടും എല്ലാം ഈ വളപ്പൊടി ഇങ്ങനെ ഇത്രയും നേരം ഞാനത് കൂട്ടിയിട്ടും ആ പാമ്പിനെ ഒന്നും ഉപദ്രവിക്കുകയോ അത് അവിടുന്ന് അനങ്ങൊന്നും ചെയ്യാതെ ഞാൻ എന്നിട്ട് ഈ എന്താണിത് എന്ന് വെച്ചിട്ട് ചാണകപ്പൊടി എന്താ ഇത് പോരാത്ത വെച്ചിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് പിന്നെ ഞാനിങ്ങനെ തോണ്ടി മാറ്റുമ്പോൾ പിന്നെ ഈ വട്ടത്തിൽ ഇങ്ങനെ പുള്ളികളായിട്ട് എനിക്ക് കാണാൻ പറ്റി. അപ്പം ഞാൻ ഒന്നും കൂടി കോലെടുത്ത് നോക്കി നോക്കുമ്പോൾ ആ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു പാമ്പ് അത് പൊന്തി വരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് ഉടമ്പടിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള തൈലും ഉപ്പും എല്ലാം അതിൻ്റെ മേൽ കൊണ്ടുപോയി തളിച്ചു. ഈശോയെ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ അത്ഭുതങ്ങളെയും ഓർത്ത് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ അപ്പുറത്തുള്ള വീട്ടിലത്തെ ആളെന്നെ പോയി വിളിച്ചു. ആൾ വന്നു, ആ പാമ്പിനെ അവർ തന്നെ കൊന്നു. അവർക്കെല്ലാവർക്കും എന്തൊന്നും അല്ല, ഒരു പ്രത്യേക ഒരു അത്ഭുതം തന്നെ അങ്ങനെ ഉണ്ടായി. പാമ്പ് ഒന്നും എൻ്റെ മേൽ തട്ടിയതായിട്ട് ഒന്നും ഇല്ലാതെ എന്നെ ദൈവം അത്രയും എന്നെ കാത്തു പരിപാലിച്ചു. അതിനെ ഓർത്ത് ഞാൻ കോടാനുകോടി നന്ദി പറയാണ്. പിന്നെ എനിക്ക് 5ൽ പഠിക്കുന്ന ഒരു മോനാണ്. പിന്നെ അവനാണെങ്കിൽ അവനൊരു പ്രത്യേക ഒരു സ്വഭാവമാണ്. അവൻ കാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ അവൻ എന്തെങ്കിലും ചെയ്യണം. അതേപോലെ ഈ വാഹനങ്ങളിലൊക്കെ ആളുകൾ കിഡ്നി പോയിട്ടും ഓരോ ഇതിനൊക്കെ വേണ്ടിയിട്ട് വരുമ്പോൾ അവൻ്റെ കയ്യിൽ അവൻ സ്വരം കൂട്ടി വെച്ചിട്ടുള്ള ചില്ലറ പൈസ എടുത്ത് വെച്ച് ഞങ്ങൾ ആരും കാണാതെ അതിൽ എത്ര പൈസ ഉണ്ടെന്നോ എന്താണെന്നോ അവൻ നോക്കാതെ ഞങ്ങളോട് ആരോടും പറയാതെ ഞാൻ ഒരു പ്രാവശ്യം ഇതേപോലെ ഞാനിങ്ങനെ
അവരുടെ വാഹനത്തിൽ നിന്ന് ഇങ്ങനെ അലോൺസ്മെൻറ്റ് കേട്ടപ്പോൾ ഞാൻ 200 രൂപ ഞാൻ എടുത്ത് കൈ പിടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം മോൻ എന്താ ചെയ്യുമോ, ഓടി വന്നിട്ട് അവൻ ശേഖരിച്ച് വെച്ചിട്ടുള്ള ആ ഉണ്ടിക എന്നെ കാണാതെ അത് മറപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ട് നോക്കി നോക്കുമ്പോൾ അവൻ ആ ഉണ്ടികയിലത്തെ പൈസ ഫുള്ളായിട്ട് ആ ബക്കറ്റിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. അപ്പോൾ അവൻ അങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ അവന് ചെയ്യണം. അതേപോലെ സ്കൂളിൽ നിന്ന് ഒരു കുട്ടിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞില്ല, അമ്മയ്ക്ക് ഇതിന്നൊരു എന്താ അമ്മയുടെ അടുത്തുള്ള വെച്ചാൽ 10 രൂപയുള്ളൂ വെച്ചാൽ അമ്മ എനിക്കത് തരണം എന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് കയ്യിൽ നിന്ന് 100 രൂപ ഞാൻ അവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു. അപ്പോൾ ഒരു അടുത്ത വീട്ടിലത്തെ ഒരു ചേട്ടൻ കല്യാണം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടനോട് അവൻ തന്നെ നേരിട്ട് ചെന്നിട്ട് അവൻ പറയാണ്, പിന്നെ ഇങ്ങനെ ഒരു കുട്ടീൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മാമാക്ക് ഇതിലേക്ക് എന്താ നിങ്ങളെ കൊണ്ട് കഴിയാന്ന് വെച്ചാലും അതെനിക്ക് തരണം പറഞ്ഞു. അപ്പോൾ ആ ഏട്ടൻ പറഞ്ഞു, എന്നാൽ 100 രൂപ എന്നാൽ ഈ നിധിയിലേക്കൊക്കെ വെച്ചോ എന്ന് പറഞ്ഞാൽ 100 രൂപ അവന് കൊടുത്തു. പിന്നെ അവൻ ആ പൈസ കിട്ടിയപ്പോൾ അവന് കൂടുതൽ അവന് ആ ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ട് അവൻ ശ്രദ്ധിച്ചു. അങ്ങനെ അവൻ എല്ലാവരോടും ആ നോട്ടീസ് കൈ പിടിച്ച് അവൻ നടന്ന് പിരിച്ചു 2100 രൂപ അവൻ സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തു. 2100 രൂപ. അവൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ അതേപോലെ വചനങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവരെനിക്ക് വചനങ്ങൾ പറഞ്ഞു തരും. അവരാണ് ഞാൻ അഥവാ എനിക്ക് എന്തെങ്കിലും ഞാനൊരു വചനം 10 പ്രാവശ്യം ഞാനത് കൂടുതൽ ഇങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ അവർ ആ വചനം ഒരു പ്രാവശ്യം അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല അമ്മ വചനം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവരെൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാനും വചനങ്ങൾ പറഞ്ഞു തരാനും അവർ കൂടുതലായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് എൻ്റെ മക്കളാണ്. പിന്നെ 4 മക്കളിൽ 3 പെണ്ണും 1 ആണുമാണ്. 3ാമത്തെ മോൾക്ക് ഒരു ബുദ്ധിയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ഫിക്സിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അവൾക്ക് എഴുതാനും പഠിക്കാനൊക്കെ അവൾ പിന്നാക്കാണ്. പക്ഷെ എഴുതും, പക്ഷെ വായിക്കാൻ അവൾക്കറിയില്ല. അവളിപ്പോൾ പഠിക്കുന്നത് +2നാണെങ്കിലും കൂടിയിട്ട് കുട്ടിക്ക് വായിക്കാനൊന്നും അറിയില്ല. എന്നാലോ നമ്മളൊരു വചനം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതവൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ വചനം അവളുടെ ഹൃദയത്തിൽ അവൾ നന്നായി സൂക്ഷിച്ചെടുത്ത് വെക്കും. ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ആ ഒരു വചനം ഞാൻ പറയുകയാണെങ്കിൽ ആ മോൾ എന്നോട് തിരുത്തി പറഞ്ഞു തരും. അതങ്ങനെയല്ല, ആ വചനം അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് തിരുത്തി പറഞ്ഞു തരും. അങ്ങനെ അമ്മ മാതാവും ഈശോയും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതിനുവേണ്ടി ഞാൻ കോടാനുകോടി ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു.